ശ്രീനാഥാദിഗുരുത്രയം ഗണപതിം പീഠത്രയം ഭൈരവം സിദ്ധൗഘം വടുകത്രയം പദയുഗം ദൂരീക്രമം മണ്ഡലം വീരാന്വയാഷ്ടചതുഷ്കഷഷ്ടിനവകം വീരാവലീ പഞ്ചകം ശ്രീമന്മാലിനി മന്ത്രരാജസഹിതം വന്ദേ ഗുരോർമണ്ഡലം. അധ്യക്ഷൻ ഡോക്ടർ ജനാർദ്ദനൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളെ, ഈ ക്ഷേത്ര ഭൂമിക്ക് നിദാനമായ കപില മഹാമുനെ, ഈ ക്ഷേത്രത്തിന്റെ കന്നിമൂലയില് നമ്മുടെ ക്രിയാശക്തിയുടെ പ്രതീകമായി പ്രതിഷ്ഠിതരായിരിക്കുന്ന ഗണേശ ശാസ്ത്ര ദേവന്മാരെ, ഈ ക്ഷേത്രത്തിലെ അഭിമാനമൂർത്തിയും അഭിമാന പ്രഭുവും ഐശ്വര്യപ്രഭുവുമായി വിളങ്ങിയിരുന്ന ഊർപ്പഴശ്ശിയും വേട്ടക്കുരുമകനും സമന്വയിച്ച് പ്രത്യക്ഷനായിട്ടുള്ള കിരാതമൂർത്തി, ഈ ക്ഷേത്രത്തിൽ ഗുരുഭാവത്തില് പ്രതിഷ്ഠിതനായിരിക്കുന്ന ശ്രീ ഗുരുഗുഹ സ്കന്ദ, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആധ്യാത്മിക രംഗത്ത് ഒരു ശിശു മാത്രമായിട്ടുള്ള ഞാൻ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സംവദിക്കാൻ ശ്രമിക്കുകയാണ്. അധ്യക്ഷൻ മനോഹരമായ ഒരു ഗാനത്തിലൂടെ എൻ്റെ പ്രഭാഷണത്തിന്റെ വിഷയം നിർണയിച്ചിരിക്കുകയാണ്. ഇവിടെ വരുന്നതിന് തൊട്ടു മുൻപ് എൻ്റെ മകൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി ഭവന്തി എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രഭാഷണത്തിന് പോയാൽ പൂക്കളെ പറ്റി സംസാരിക്കണം, പുഴകളെ പറ്റി സംസാരിക്കണം, കാടിനെ പറ്റി സംസാരിക്കണം, ഈശ്വരനെ പറ്റി സംസാരിച്ചോളൂ. സ്നേഹത്തെ പറ്റി സംസാരിക്കാനാണ് അധ്യക്ഷൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് പാടിയ കവി ജനിച്ച നാട്ടില് സ്നേഹത്തെ പറ്റി സംസാരിക്കാൻ ഒരു ആധ്യാത്മിക പ്രഭാഷകൻ ചുമതലപ്പെട്ടയാളാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സമൂഹം കലുഷിതമാണ്. അക്രമങ്ങള്, അരാജകത്വങ്ങള്, അഴിമതികൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന 100 പ്രശ്നങ്ങൾ. നമുക്ക് തോന്നുന്നു നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. മഹാഭാരതം എന്ന പുരാണം എന്തിന് എഴുതണം എന്ന ചോദ്യത്തിന് ശ്രീ നാരദ മഹർഷി ശ്രീ ശുഗനോട് പണ്ട് കൊടുത്ത ഒരു ഉത്തരമുണ്ട്. നോക്കൂ ശ്രീ ശുഗ, ഈ ലോകം 100 ശോകസ്ഥാനങ്ങൾ നിറഞ്ഞതാണ്, ദുഃഖങ്ങൾ നിറഞ്ഞതാണ്, വേദനകൾ നിറഞ്ഞതാണ്, അസുഖങ്ങൾ നിറഞ്ഞതാണ്. സസ്യങ്ങളെ പോലെ തഴച്ചു വളർന്ന് വീണടിയാനുള്ള ജന്മങ്ങളാണ് മനുഷ്യരുടേത് പോലും. ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, പുരാണ ശ്രവണം. പുരാണങ്ങളിലൂടെ ഋഷി നമുക്ക് സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ തരുന്നു. മഹാഭാരതം എന്ന മഹാപുരാണത്തിലൂടെ, ആയിരക്കണക്കിന് ഉപകഥകളിലൂടെ വ്യാസമുനി നമുക്ക് സ്നേഹത്തിന്റെ സന്ദേശം തരുന്നു.
നമ്മുടെ ഭാരതത്തിൽ ഇന്ന് നിലവിലുള്ള മതങ്ങൾ നമുക്കറിയാം. ഇന്ന് നിലവിലുള്ള ആശയ സംഹിതകൾ നമുക്കറിയാം. നമുക്ക് തോന്നും ഈ ആശയ സംഹിതകളും ഈ മതങ്ങളും ഈ രാഷ്ട്രീയ സങ്കല്പങ്ങളും എല്ലാം പരസ്പരം കലഹിക്കുന്ന, കലഹത്തിന്റെ വിത്ത് വിതക്കുന്ന, മതകലഹങ്ങളുടെയും രാഷ്ട്രീയ കലഹങ്ങളുടെയും ബീജം വിതയ്ക്കുന്ന ആശയങ്ങളാണെന്ന് തോന്നിയേക്കാം. കപില മഹർഷിയുടെ തപോഭൂമിയാണ് ഈ മടത്തുംപടി ക്ഷേത്ര പരിസരം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കപിലനെ വിശേഷിപ്പിക്കുന്നത് സിദ്ധാനാം കപിലോ മുനി എന്നാണ്. സിദ്ധന്മാരില് കപിലനെ പോലെ എന്നാണ്. വൃക്ഷങ്ങളിലെ അശ്വത്ഥത്തെ പോലെ, സിദ്ധന്മാരിൽ കപിലനെ പോലെ. ഈ കപിലനാണ് ലോകത്തിന് സാഖ്യ ദർശനം എന്ന മഹത്തായ ദർശനം പ്രദാനം ചെയ്തത്. ഭാരതത്തിൽ നിന്നും കട്ടുകൊണ്ടുപോയ ഓലക്കെട്ടുകളിലൂടെ ജർമ്മനിയിലെ ലൈബ്രറിയിലെത്തിയ സാഖ്യ ദർശനം പഠിച്ചിട്ടാണ് പ്രസിദ്ധ ഫിലോസഫറായിട്ടുള്ള ഹെഗൽ, രാഷ്ട്രീയ ചിന്തകൻ, തന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അഥവാ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ലോകത്തിന് സംഭാവന ചെയ്തു. ജർമ്മനിയിലെ തന്നെ ലൈബ്രറിയില് ദീർഘനാൾ തപസ്സിരുന്നിട്ടാണ് മാർക്സും എംഗൽസും അതിനെ കമ്മ്യൂണിസമായി പരിവർത്തപ്പെടുത്തിയത്. നോക്കൂ, ഏറ്റവും ആധുനികമായ ഒരു രാഷ്ട്രീയ സംഹിതയുടെ പോലും ബീജം ഭാരതത്തിലായിരുന്നു. നമുക്കറിയാം ഇസ്ലാം. നമുക്ക് തോന്നും ഭാരതീയമല്ലാത്ത, ഭാരതീയ ചിന്തയുമായി, ഭാരതീയ ദർശനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മതമാണെന്ന് തോന്നിയേക്കാം. ആഴത്തിൽ ചിന്തിച്ചാൽ, പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാബ ദേവാലയത്തില് ഹസ്വൽ അസ്വദ് എന്ന പേരിൽ ഒരു കറുത്ത ശിലയെ അവരാരാധിക്കുന്നില്ല. അവരാരാധിക്കുന്നവർക്ക് സമ്മതിക്കില്ല. ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകള് ആ കറുത്ത ശിലയെ പോലും ഉമ്മ കൊടുക്കും. ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം, ചടങ്ങ്, ഈ ഹസ്വൽ അസ്വദ് എന്ന കറുത്ത ശിലയെ ചുംബിക്കലാണ്. മുഹമ്മദ് നബിയുടെ പ്രധാന ശിഷ്യനായിട്ടുള്ള ഉമർ, അദ്ദേഹം ഈ കവിതയിലൂടെ ആ കറുത്ത ശിലയെ പറയുന്നത്, അല്ലയോ അസ്വദ്, എനിക്കറിയാം നീ വെറും ഒരു കല്ലാണ്, നിന്നെ മുത്തം വയ്ക്കേണ്ട കാര്യമില്ല. എന്നാലും എന്റെ ഗുരു അത് ചെയ്തത് കൊണ്ട് ഞാനും അത് ചെയ്യുന്നു. നോക്കൂ, ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകത്തിൽ വിഗ്രഹാരാധന ഇല്ല എന്ന് തോന്നുമെങ്കിലും കാബ ദേവാലയം നശിപ്പിച്ച് അതിന്റെ പ്രധാന ദേവാലയം മാത്രം നിലനിർത്തി മുഹമ്മദ് മറ്റ് ദേവവിഗ്രഹങ്ങൾ ഉടച്ചു കളഞ്ഞെങ്കിലും ഇന്നും കാബ എന്ന പ്രദേശം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ 5 നേരം നോക്കി നമസ്കരിക്കുന്ന ഒരു വലിയ വിഗ്രഹമായി മാറിയിരിക്കുന്നു. കാബയുടെ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടിരിക്കാം, പക്ഷെ കാബ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളാൽ നമസ്കരിക്കപ്പെടുന്ന ഒരു വലിയ വിഗ്രഹമായിരിക്കും. ഇസ്ലാമിന് ഭാരതീയതയുടെ പാരമ്പര്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ക്രിസ്തു മതം നമുക്കറിയാം, യേശുവിന്റെ ജീവിതത്തില്, അദ്ദേഹത്തിന്റെ ബാല്യത്തിനും യൗവനത്തിനുമിടയില് ബൈബിളിൽ വിവരിക്കാത്ത ഒരു കാലമുണ്ട്, പ്രായം. ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലും അഹമ്മദിയ മുസ്ലിങ്ങളുടെ
പ്രവാചകനായിട്ടുള്ള അഹമ്മദിന്റെ ജീസസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലും അവർ പറയുന്നത് യേശു ക്രിസ്തു ഭാരതത്തിൽ വന്ന് നമ്മുടെ നളന്തയിലും തക്ഷശിലയിലും പഠിച്ച് ബുദ്ധമത ആദർശങ്ങൾ പകർത്തിയെടുത്തിട്ടാണ് ക്രിസ്തു ദർശനം ഉണ്ടാക്കിയതെന്നാണ്. ശരിയാണ്, നമുക്ക് ചില കഥകളിൽ സാമ്യം. നല്ല ശമരിയാക്കാരന്റെ കഥ, ബുദ്ധൻ നല്ല അയൽക്കാരന്റെ കഥ എന്ന് ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമുണ്ടായത് ബുദ്ധനാകിയാൽ യേശുവിന്റെ ദർശനത്തിന്റെ ബീജം ഭാരതീയമായ ബുദ്ധമതത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. സമന്വയത്തിന്റെ മന്ത്രം ജപിക്കുന്ന ആളുകളാണ് നമ്മൾ. സമന്വയ മന്ത്രം എന്ന് പറയും. ഇവിടെ സ്വാഗത പ്രാസംഗികൻ ശ്രീവിദ്യ സമ്പ്രദായം എന്ന അധികമാർക്കും അറിയാത്ത ഒരു ദേവി ഉപാസനാ സമ്പ്രദായത്തെ പറ്റി സൂചിപ്പിച്ചു. അദ്ദേഹം എങ്ങനെ അത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. രാജ്യം കൊടുത്താലും ശിരസ് കൊടുത്താലും ശ്രീവിദ്യ കൊടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ ശ്രീവിദ്യ ഉപാസനയുടെ വെളിപ്പെടുത്തരുതെങ്കിലും ഈ സാഹചര്യത്തിൽ സാന്ദർഭികമായി വെളിപ്പെടുത്തേണ്ട ആവശ്യമുള്ള ഒരു രഹസ്യം, ശ്രീവിദ്യ ഉപാസകന്മാരെല്ലാവരും ഭാരതത്തിലെ തങ്ങളുടെ പൂജാമുറിയില് അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൽ തങ്ങൾ ഉപാസിക്കുന്ന മഹാമേരു ശ്രീചക്രത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ലളിതാദേവി എന്ന ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവിയുടെ പരിവാര ദേവതകളായി ചതുഷ്ഷഷ്ടി കോടി യോഗിനികളുടെ സേവിത എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തില് പാടുന്നുണ്ടല്ലോ. ആ യോഗിനിമാരെ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ 4 മൂലകളിൽ മാത്രമല്ല, ലോകത്തിന്റെ 4 ദിക്കുകളിൽ മാത്രമല്ല, മുകളിലും താഴെയും ഒക്കെയുമുള്ള ദേവതാ സങ്കല്പങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്ലാമ്യ ദർശനാംഗിയായിട്ടുള്ള ദേവിയെ, ഇസ്ലാം എന്ന ദർശനത്തിന്റെ അതിദേവതയായിട്ടുള്ള ദേവിയെ, ക്രൈസ്തവ ദർശനാംഗിയായിട്ടുള്ള ദേവിയെ, ക്രിസ്തീയ ദർശനത്തിന്റെ അധിഷ്ഠാത്രിയായിട്ടുള്ള ദേവിയെ, ശൈവ, വൈഷ്ണവ, ശാക്തേയ, സൗര, അങ്ങനെ ലോകത്തുള്ള സകല ദർശനങ്ങളുടെയും അധിഷ്ഠാത്രി ഞാൻ എന്റെ ഹൃദയത്തിൽ പൂജിക്കുന്ന ഈ ദേവിയാണ് എന്ന് വിശ്വസിച്ച് നിത്യപൂജയിൽ നിത്യധ്യാനത്തിൽ മുഴുകുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാൻ തയ്യാറെടുത്താണ് വന്നത്. പക്ഷെ ഈ സദസ്സിന് മുന്നിലെത്തിയപ്പോൾ സ്വാഗത പ്രാസംഗികൻ എന്റെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകേണ്ടി വന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇത് സുബ്രഹ്മണ്യ ദേവന്റെ സന്നിധിയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ PK എന്ന ഒരു ഹിന്ദി സിനിമ ഞാൻ കണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടിട്ടുണ്ടാവും. അതിനെ വിമർശിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾ ധാരാളം ഉണ്ടാവും. പക്ഷേ അതുപോലുള്ള സിനിമകള് നൽകുന്ന മുന്നറിയിപ്പുകളെ, അതുപോലുള്ള സിനിമകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട നന്മകളെ മാനിക്കുന്ന, എതിർപ്പുകളെ അംഗീകരിക്കുന്ന ഒരു ഹിന്ദുവാണ് ഞാൻ. ആ സിനിമയിൽ ബഹിരാകാശത്ത് നിന്ന്, ഒരു അന്യഗ്രഹത്തിൽ നിന്നും ഒരു ജീവിയായി അതിന്റെ നായകൻ ഭൂമിയിൽ വന്ന് വീഴുകയാണ്. അദ്ദേഹം ഈശ്വരൻ എന്ന സങ്കല്പത്തെപ്പറ്റി അജ്ഞനാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ സംവിധായകനും അതിന്റെ നിർമ്മാതാവും ഈ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഈ മനുഷ്യനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ ജീവിയെ പോലെ തന്നെ
ഈശ്വരനെ പറ്റിയും ആ ഈശ്വരനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങളെ പറ്റിയും അജ്ഞരാണ്. പക്ഷേ ഈശ്വരന്റെ മഹാത്മ്യം നോക്കൂ. ആ സിനിമ അവസാനിക്കുന്നത് ഈ അന്യഗ്രഹ ജീവി നമ്മളോട് ചെയ്യുന്ന ഒരു പ്രസംഗത്തിലൂടെയാണ്. അതിൽ അദ്ദേഹം പറയുന്നു, നായകൻ പറയുന്നു, ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരന്റെ മക്കൾ മാത്രമാണ് നമ്മൾ, സൃഷ്ടികൾ മാത്രമാണ് നമ്മൾ. നമുക്ക് ഈശ്വരനെ ആരാധിക്കാമെന്നല്ലാതെ ഈശ്വരന്റെ പ്രതിരൂപങ്ങളാവാൻ അവകാശമില്ല. നോക്കൂ, നിരീശ്വരവാദിയായി ഭൂമിയിലേക്ക് വന്നു വീഴുന്ന ഒരു അന്യഗ്രഹ ജീവി, നിരീശ്വരവാദിയായ സംവിധായകനും നിർമ്മാതാവും കൂടി പടച്ചു വെച്ച സിനിമ. ആ സിനിമ നൽകുന്ന സന്ദേശം ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് ഒരു ഈശ്വരനാണ് എന്ന സന്ദേശമാണ്. ബ്രഹ്മാണ്ടം എന്ന സംജ്ഞ പോലും ഭാരതീയമാണ്. ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിക്കുന്ന അറബ് ഗോത്രവർഗങ്ങളുടെ ഇടയിലും യഹൂദ ജനതയുടെ ഇടയിലും പിറന്നു വീണ ഗുരുക്കന്മാരായിട്ടുള്ള മുഹമ്മദിനും യേശുവിനും ആ സമൂഹത്തെ അടിമുടി മാറ്റാൻ സാധിച്ചില്ല. പ്രായോഗികമല്ല. ഭൂമിയെപ്പറ്റി, തങ്ങൾ കാണുന്ന പരന്ന ഭൂമിയെപ്പറ്റി അവർക്കുള്ള അന്ധമായ ധാരണയെ തിരുത്താൻ മുഹമ്മദും യേശുവും ശ്രമിച്ചില്ല. പക്ഷെ ഭാരതത്തിൽ നമുക്ക് ബ്രഹ്മാണ്ടം എന്നൊരു സങ്കല്പം, അണ്ടം എന്നാൽ നമുക്കറിയാം, കോഴിമുട്ടയുടെ ആകൃതിയുള്ള ഒരു രൂപം അണ്ടം. ഒരു ബ്രഹ്മാവിന് ഒരു ബ്രഹ്മാണ്ടം. ഭൂമി മാത്രമല്ല, ഭൂമി ഉൾപ്പെടെ നമ്മുടെ സൗരയൂഥം ഉൾപ്പെടെ നമ്മുടെ ഗാലക്സിയാണ് ഒരു ബ്രഹ്മാണ്ടം. കോടി കോടി ഗാലക്സികൾ. ലളിതാ സഹസ്രനാമത്തില് വളരെ മനോഹരമായി പശ്ചിമ്യാദി ദേവതകൾ അനേക കോടി ബ്രഹ്മാണ്ട രൂപിണി എന്ന ദേവിയെ വാഴ്ത്തുന്നുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. ഭൂമി പരന്നതാണ് എന്ന് മനുഷ്യനെ പഠിപ്പിച്ച ഏറ്റവും ആധുനികമായ ഇസ്ലാം മതവും ക്രിസ്തു മതവും ഈ ഭൂമി ഉൾപ്പെടെയുള്ള അനവധി അണ്ടങ്ങൾ അടങ്ങിയ, അനവധി സൗരയൂഥങ്ങൾ അടങ്ങിയ, അനവധി ഗാലക്സികൾ അടങ്ങിയ അനേക കോടി ബ്രഹ്മാണ്ട രൂപിണിയാണ് ഈ ദേവി എന്ന് വിശ്വസിച്ച ഭാരതീയന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. നമ്മുടെ ശാസ്ത്ര കോൺഗ്രസിൽ ഭാരതത്തിന്റെ പൗരാണിക വ്യോമയാന ചരിത്രവും ശാസ്ത്രത്തിൽ ഭാരതം നേടിയ മുന്നേറ്റങ്ങളെ പറ്റിയും ആധുനിക ശാസ്ത്രജ്ഞന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്ത് വിവാദമാക്കിയ കാര്യം നമുക്കറിയാം. പുഷ്പക വിമാനത്തിലാണ് രാവണൻ വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് മലയാളികളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ വാൽമീകി രാമായണം ഡോക്ടർ ലീലാവതി നല്ല മലയാളത്തില് അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ രാവണൻ വരുന്നത് പുഷ്പക വിമാനത്തിലല്ല. അദ്ദേഹം സ്വർണ്ണ നിർമ്മിതമായ ഒരു രഥത്തിലാണ് വരുന്നത് സീതയെ കൊണ്ടുപോകാൻ. ആ രഥത്തിനെ വലിക്കുന്നത് കഴുതകളാണ്. അതിൽ ചാമരം, വെങ്കട്ടക്കുട എന്നൊക്കെ പിടിച്ച ഭൃത്യന്മാരുണ്ട്, സാരഥിയുണ്ട്. മായാരൂപികളായിട്ടുള്ള കഴുതകളാണ്. ഈ കഴുതകൾ ഈ രഥം വലിച്ചുകൊണ്ട് നിലത്തുകൂടിയല്ല ഓടുന്നത്, അത് ആകാശത്തിലേക്ക് പറക്കുകയാണ്. സീതയെ മോഹിപ്പിക്കാൻ വേണ്ടി രാവണൻ തന്റെ കഴിവുകൾ വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ സഹോദരനായിട്ടുള്ള കുബേരനെ തോൽപ്പിച്ച് ഞാൻ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാനാകുന്ന പുഷ്പക വിമാനത്തെ കൈക്കലാക്കിയിട്ടുണ്ട്. ഈ രഥമല്ല,
വന്ന രഥം വേറെ, പുഷ്പക വിമാനം വേറെ. സീതയെ മോഹിപ്പിക്കാൻ വേണ്ടി രാവണൻ പറയുന്നുണ്ട്, എന്റെ ബലം കാണുന്നു, എനിക്ക് ഏത് രൂപവും സ്വീകരിക്കാനാവും, എനിക്ക് ആകാശത്തോളം വലുതാവാനാവും, ആകാശത്തിന് മുകളിൽ സ്ഥിതി ചെയ്ത് ഈ ഭൂമിയെ എനിക്ക് ഒരു പന്ത് പോലെ എടുത്തുയർത്താനാവും. രാവണൻ നാം വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാരനായ മനുഷ്യ രൂപധാരിയല്ല. രാവണൻ ഇന്ന് യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്താൽ നമ്മൾ പരിശോധിച്ചാൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീങ്സ് പറക്കും തളികയിലും മറ്റും വന്ന് ഭൂമി സന്ദർശിച്ച് തിരിച്ചു പോകുന്ന അന്യഗ്രഹവാസികളെ പറ്റി ധാരാളം വിവരങ്ങളുണ്ട്. അതിൽ മനോഹരമായ ഒരു വീഡിയോയിൽ രാവണൻ സഞ്ചരിച്ചിരുന്ന രഥത്തിന്റെ കൊത്തിവെച്ച ചിത്രം ഒരു പൗരാണിക ക്ഷേത്ര മതിലിലുള്ളത് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ആ രഥത്തിന്റെ ഓരോ അംഗങ്ങളെയും ഇന്നത്തെ ആധുനികമായ ഫ്ലൈയിങ് മെഷീന്റെ അംഗങ്ങളുമായി താരതമ്യം ചെയ്ത് അത് രാവണൻ ഉപയോഗിച്ചിരുന്നത് യന്ത്രനിർമ്മിതമായ ഒരു ബഹിരാകാശ പേടകമായിരുന്നു എന്ന് സ്ഥാപിക്കുന്നുണ്ട്. കൗതുകകരമാണ്. രാവണൻ ബഹിരാകാശ ജീവിയാണെങ്കിൽ രാവണന് ഈ ഭൂമിയെ ഒരു ബോൾ പോലെ എടുത്തുയർത്താൻ സാധിക്കുമെങ്കിൽ നാം പരിശോധിക്കണം. ഈ അന്യഗ്രഹങ്ങളെ സൃഷ്ടിച്ച, ഈ ബഹിരാകാശത്തെ സൃഷ്ടിച്ച ഈശ്വരിക്ക്, ദേവിക്ക് എന്തുമാത്രം വലിപ്പമുണ്ടാകും. സൗന്ദര്യലഹരി 2-ാം ശ്ലോകം, തനീയാംസം പാംസം തവചരണ പങ്കേരുപഭവം വിരിഞ്ച സഞ്ജിന്വൻ വിടജയതി ലോകാനവികലം വഹത്തേനം ശൗരി കഥമപി സഹസ്രേണ ശിരസ ഹര സംതൃപ്തൈനം ഭജതി ഭസിതോത്ഥൂലനിധി. അവസാനത്തിൽ നിന്ന് ഞാൻ തുടങ്ങിയ ഭസിതോത്ഥൂലനിധി. ക്ഷേത്ര ആചാരങ്ങള് മനുഷ്യനെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഒരു സംസ്കൃത ശ്ലോകത്തിന്റെ കഥ വിവരിക്കുകയാണ്. ഭസിതോത്ഥൂലനവിധി, ഭസ്മധാരണം. ക്ഷേത്രാചാരങ്ങളിൽ ഭസ്മധാരണം ഏറ്റവും മഹത്വം. ജാപാല ഉപനിഷത്തിൽ ഭസ്മം എങ്ങനെയാണ് ഒരു ഭക്തൻ ധരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഭസ്മം കയ്യിലെടുത്ത് ജലം കൊണ്ട് നമ്മൾ തർപ്പണം ചെയ്യണം. ഓം അഗ്നിരിതി ഭസ്മ, വായുരിതി ഭസ്മ, ജലമിതി ഭസ്മ, സ്ഥലമിതി ഭസ്മ, വ്യോമേതി ഭസ്മ, സർവം ഹവായുധം ഭസ്മ, മന ഏതാനി ചക്ഷുഷി ഭസ്മാനി. അഗ്നി ആണ് ഭസ്മം, വായുവാണ് ഭസ്മം, വ്യോമമാണ് ഭസ്മം, സ്ഥലമാണ് ഭസ്മം, ജലമാണ് ഭസ്മം. ഈ ഭസ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ ജലം കൊണ്ട് തർപ്പണം ചെയ്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് അതിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിഭജിക്കുന്ന ഭസ്മധാരണ വിധി. ഈ ഭസ്മധാരണ വിധി അനുഷ്ഠിച്ച ഒരു മഹാനെ പറ്റിയാണ് സൗന്ദര്യലഹരിയുടെ 2-ാം ശ്ലോകത്തിന്റെ അവസാനം പറയുന്നത്. ഹര സംക്ഷുബ്ധയിലും ഭജതി ഭസിതോത്ഥൂലന വിധി. ഹരൻ, ശിവൻ ഭസ്മമായി ധരിക്കുന്നു, പൊടിപൊടിയാക്കി ഭസ്മമായി ധരിക്കുന്നു. ഏതിനെ? നേരത്തെ പറഞ്ഞ ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ മഹാപ്രളയകാലത്ത് ശിവൻ പൊടിച്ച് ഭസ്മമായി ധരിക്കുന്നു.
മഹാപ്രളയത്തിന് സാക്ഷികളായി രണ്ടുപേരെയുള്ളൂ, ശിവപാർവതിമാർ. രസകരമായ കാര്യം, ഈ ശ്ലോകത്തിന്റെ അവസാനത്തേതിന് തൊട്ടു മുമ്പുള്ള വരിയാണ്. ഹരസംശുദ്ധീനം ഹരസംശുദ്ധീനം എന്ന് പറഞ്ഞത് ഹരൻ വളരെ ബുദ്ധിമുട്ടി ഈ ബ്രഹ്മാണ്ടങ്ങളെ ഭസ്മമാക്കുന്നില്ല. ഇത് തൊട്ടു മുമ്പുള്ള വരിയില് സഹസ്രേണ ശിരസ, 1000 ശിരസ് കൊണ്ട് അനന്തരൂപിയായിട്ടുള്ള വിഷ്ണു ഈ ബ്രഹ്മാണ്ടങ്ങളെ താങ്ങി നിർത്തുന്നു. വിഷ്ണുവിനാൽ താങ്ങി നിർത്തപ്പെട്ട ഈ ബ്രഹ്മാണ്ടങ്ങളെ ശിവൻ ഭസ്മമായി അണിയുന്നു. വിഷ്ണു താങ്ങി നിർത്തിയിരിക്കുന്ന ഈ വിശ്വം എങ്ങനെ സൃഷ്ടമായി? അതാണ് സൗന്ദര്യലഹരിയുടെ 2ാം ശ്ലോകത്തിന്റെ മർമ്മം. തനീയാംസം പാംസം തപചരണ പങ്കേരുഭവം വിരിഞ്ചി സഞ്ജിമൻ വിരചയതി ലോകാനവികിലം. ദേവിയുടെ പാദങ്ങളിൽ അണിയുന്ന ഏറ്റവും സൂക്ഷ്മമായ കണികകളെ വളരെ സൂക്ഷ്മമായി ബ്രഹ്മാവ് ശേഖരിച്ച്, അതുകൊണ്ടാണത്രേ ബ്രഹ്മാവ് ആ വികലമായ ഈ ബ്രഹ്മത്തെ സൃഷ്ടിച്ചത്, ആ വികലമായ ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഒരു വൈകല്യവുമില്ലാത്ത ഈ ലോകത്തെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ദേവിയുടെ പാദങ്ങളിലെ ഒരു പൊടി കൊണ്ടാണെങ്കിൽ, വളരെ കഷ്ടപ്പെട്ട് വിഷ്ണു താങ്ങി നിർത്തുന്നത് തന്റെ 1000 ശിരസ് കൊണ്ട്, അനന്തരൂപിയായിട്ടുള്ള വിഷ്ണു താങ്ങി നിർത്തുന്നത് ആ വിശ്വത്തെയാണെങ്കിൽ, വളരെ കഷ്ടപ്പെട്ട് ശിവൻ അതിനെ പൊളിച്ച് ഭസ്മമായി അണിയുന്നത് ആ വിശ്വത്തെയാണെങ്കിൽ, ദേവിയുടെ മഹാത്മ്യത്തെ നമ്മൾ ഓർത്തു നോക്കും. ആ ദേവിയുടെ വലുപ്പത്തിൽ സങ്കല്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല. മനുഷ്യൻ 2 രീതിയിലാണ് ലോകത്തിന്റെ സൃഷ്ടാവിനെ സമീപിച്ചത്. ഒന്ന്, തന്റെ ബാഹ്യ നയനങ്ങള് തുറന്ന് ആകാശത്തേക്ക് നോക്കി, നക്ഷത്രങ്ങളെ നോക്കി, മനുഷ്യ ദൃഷ്ടിക്ക് എത്തിപ്പെടാനാകാവുന്ന ഏറ്റവും അകലത്തുള്ള നക്ഷത്രത്തെ അവൻ നോക്കി. ശാസ്ത്രം മുന്നേറിയപ്പോൾ അവൻ തന്റെ ഉപകരണങ്ങളിലൂടെ, മൈക്രോസ്കോപ്പിലൂടെ ഏറ്റവും സൂക്ഷ്മമായ കണികകളെ തന്റെ മൈക്രോസ്കോപ്പിന്റെ അടിയിലേക്ക് ആവാഹിച്ച് അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചു. ഏറ്റവും അകലെയുള്ള ദൃശ്യങ്ങളെ ദൂരദർശിനിലൂടെ നോക്കി പഠിച്ചതുപോലെ ഏറ്റവും ഉള്ളിലുള്ള സംഗതികളെ മൈക്രോസ്കോപ്പിലൂടെ അവൻ പഠിച്ചു. പക്ഷേ ഭാരതീയ ഋഷി ഈ 2 മാർഗങ്ങളും അവലംബിക്കാതെ തന്റെ കണ്ണുകൾ അടച്ച് മനനം ചെയ്ത് കണ്ടെത്തി, ഈ വിശ്വം ഈ കാണുന്ന ബാഹ്യപ്രപഞ്ചം അല്ല. ഈ ദൃശ്യം, ഈ വിശ്വം എന്റെ ശരീരം കൊണ്ട് എനിക്ക് കണ്ടെത്താനാവുന്നതല്ല, എന്റെ മനസ്സുകൊണ്ട് എനിക്ക് കണ്ടെത്താനാവുന്നതല്ല. ഇത് നേതി 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 എന്ന് തള്ളിക്കളഞ്ഞ് അവൻ കണ്ടെത്തി, ഭാരതീയ ഋഷി കണ്ടെത്തി. അവനിന്ന് അബദ്ധവശാൽ വായിൽ വന്നുപോയതാണ്. ഭാരതീയ ഋഷി കണ്ടെത്തി, ഇതൊന്നുമല്ല സത്യം. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലകാരണമായിട്ടുള്ള ശക്തി അധിവസിക്കുന്നു. ശക്തി ഉപാസനയുടെ ബീജം അവിടെയാണ്. എല്ലാ സമ്പ്രദായങ്ങളിലും, ശൈവമായാലും വൈഷ്ണവമായാലും സൗരമായാലും ഗാണപത്യമായാലും ബൗദ്ധമായാലും ജൈനമായാലും ഭാരതത്തിൽ നിന്ന് വളർന്ന വികാസം പ്രാപിച്ച എല്ലാ ദർശനങ്ങളിലും അടിസ്ഥാന ഘടകം ഈശ്വരൻ ബാഹ്യ വസ്തുവല്ല, ആന്തരിക വസ്തുവാണെന്നതാണ്. ഇന്നലെ കരുണാകരൻ മാസ്റ്റർ വളരെ മനോഹരമായി
ഈ ക്ഷേത്രത്തിന്റെ നടയില് അല്ലെങ്കിൽ ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമലയിൽ തിക്കിത്തിരക്കി നിന്ന് തൊഴുന്ന ഭക്തൻ അവിടെ നടയിലെത്തുമ്പോൾ അറിയാതെ കണ്ണടച്ചു പോകുന്ന രസകരമായ വസ്തു പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയുണ്ട്. ഗുരുവായൂരേക്കുള്ള ദൂരം വായിച്ചു കേട്ടു ഞാൻ, ഗുരുവായൂരേക്കുള്ള ദൂരം വായിച്ചു കേട്ടു ഞാൻ.